യൂറോപ്പിൽ പഠിക്കാൻ പോകണമെന്ന ആഗ്രഹമുള്ളവരിൽ 90% ആളുകളും ഒരേ ഓപ്ഷൻസിലാണ് ചുറ്റി നടക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ പഠിക്കാം, ജോബ് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് എൻട്രി, PR ക്ലിയർ പാത്വേ, സിസ്റ്റം ട്രാൻസ്പെറൻറ്റ്, ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു കൺട്രി പലർക്കും ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആണ്. വിസ റിജക്ഷൻ ഫിയർ ഇല്ല, ഹിഡൻ കോസ്റ്റ് ഇല്ല, ഫേക്ക് പ്രോമിസസ് ഇല്ല, എന്നാൽ റിസൾട്ട് റിയൽ ഉറപ്പായ ഒരു സിസ്റ്റം. ഇന്നത്തെ വീഡിയോയിൽ നെതർലാൻഡ്സിനെ കുറിച്ച് റിയാലിറ്റി വേർഷൻ ആണ് പറയുന്നത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി അബ്രോഡ് സീരീസ് ബൈ JNS ഗ്ലോബൽ. നെതർലാൻഡ്സ് യൂറോപ്പിലെ ഏറ്റവും പ്രോഗ്രസീവും സ്റ്റുഡൻറ് ഫ്രണ്ട്ലിയുമായ കൺട്രീസിൽ ഒന്നാണ്. ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് യൂറോപ്പ് മുഴുവൻ ട്രാവൽ ആക്സസ് ഓപ്പൺ ആണ്. കൺട്രി സൈസ് ചെറുതാണെങ്കിലും ഗ്ലോബൽ ലെവലിൽ ഇൻഫ്ലുവൻസ് മാസീവ് ആണ്, എസ്പെഷ്യലി ഇന്നോവേഷൻ, ടെക്നോളജി ആൻഡ് റിസർച്ച് സെക്ടേഴ്സിൽ. സിസ്റ്റം ട്രാൻസ്പെറന്റ് ആണ്, സേഫ്റ്റി ലെവൽ ഹൈ ആണ്, റൂൾസ് ക്ലിയർ ആണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ടെമ്പററി വിസിറ്റേഴ്സ് ആയല്ല, വാല്യുബിൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആയി കാണുന്ന കൾച്ചറാണ് നെതർലാൻഡ്സിൽ. കൺട്രി സൈസ് അല്ല ഇമ്പോർട്ടന്റ്, സിസ്റ്റം ക്വാളിറ്റി ആണ് ഇമ്പോർട്ടന്റ്. നെതർലാൻഡ്സ് നമ്പേഴ്സിൽ സ്ട്രോങ് ആണ്, എന്നാൽ ഇമ്പാക്റ്റിൽ അതിലും സ്ട്രോങ്ങർ ആണ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ കൺസിസ്റ്റന്റ്ലി ടോപ്പ് പെർഫോമേഴ്സിൽ ഒന്നാണ് നെതർലാൻഡ്സ്. വേൾഡ് ക്ലാസ് റിസർച്ച് യൂണിവേഴ്സിറ്റീസും പവർഫുൾ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റവും ചേർന്ന കൺട്രിയാണിത്. സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ യൂറോപ്പിലെ ടോപ്പ് റാങ്ക്ഡ് സിസ്റ്റത്തിൽ ഒന്നാണ് നെതർലാൻഡ്സ്. ഹെൽത്ത് കെയർ സിസ്റ്റം ഇവിടെ സ്ട്രോങ് ആണ്, സോഷ്യൽ സെക്യൂരിറ്റി റിലയബിൾ ആണ്, ലൈഫ് ക്വാളിറ്റി ഹൈ ആണ്. വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ ലക്ഷറി അല്ല, സിസ്റ്റത്തിന്റെ പാർട്ടാണ്. യൂറോപ്പിൽ സർവൈവ് ചെയ്യാനല്ല, ഗ്രോ ചെയ്യാനാണ് നെതർലാൻഡ്സ്. നെതർലാൻഡ്സിനെ നമുക്ക് സിമ്പിൾ ആയി മനസ്സിലാക്കാം. നെതർലാൻഡ്സിന്റെ ക്യാപിറ്റൽ ആംസ്റ്റർഡാം ആണ്. പൊളിറ്റിക്കൽ ക്യാപിറ്റലായി പ്രവർത്തിക്കുന്നത് ദ ഹേഗ് ആണ്. ഒഫീഷ്യൽ കറൻസി യൂറോ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഡച്ച് ആണെങ്കിലും എഡ്യൂക്കേഷനിലും വർക്ക് എൻവയോൺമെന്റിലും ഇംഗ്ലീഷ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ്. ജിയോഗ്രഫിക്കലി നെതർലാൻഡ് വെസ്റ്റേൺ യൂറോപ്പിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്ബറിംഗ് കൺട്രീസായി ജർമ്മനിയും ബെൽജിയവും ഉണ്ട്. ഇന്ത്യയുമായി താരതമ്യം ചെയ്താൽ നെതർലാൻഡ്സിൽ സമയം ഏകദേശം 3.5 മുതൽ 4.5 മണിക്കൂർ വരെ പിന്നിലാണ്. ഇംഗ്ലീഷിൽ പഠിക്കാനും ജോലി ചെയ്യാനും ഡെയിലി ലൈഫ് മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ് നെതർലാൻഡ്സ്. നെതർലാൻഡ്സിന്റെ എക്കണോമി ഹൈലി ഡൈവേഴ്സിഫൈഡ് ആണ്. IT, AI, ഡാറ്റാ സയൻസ് പോലെയുള്ള ഫ്യൂച്ചർ ഓറിയന്റഡ് ഫീൽഡിൽ നെതർലാൻഡ്സ് ശക്തമാണ്. എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേഷൻ മേഖലകളിൽ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രി എക്സ്പോഷർ ലഭിക്കും. യൂറോപ്പിന്റെ ഗേറ്റ്വേ എന്ന നിലയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ സെക്ടർ ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ട്രഡീഷണൽ അഗ്രികൾച്ചർ അല്ല, അഗ്രികൾച്ചറൽ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റിയിലാണ് നെതർലാൻഡ്സ് ഫോക്കസ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ലൈഫ് സയൻസസ് മേഖലകളും റിസർച്ച് ഡ്രിവൻ ഗ്രോത്ത് കൊണ്ട് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആണ്. അതോടൊപ്പം സ്റ്റാർട്ടപ്സ് ആൻഡ് ഇന്നോവേഷൻ ഹബ്സ് കൊണ്ട് ന്യൂ ഐഡിയാസിനെ ബിസിനസ് ആക്കി മാറ്റാനുള്ള മികച്ച എക്കോസിസ്റ്റം ഉണ്ട്. ക്ലാസ് റൂമിൽ പഠിക്കുന്ന നോളജിനെ ഡയറക്റ്റ് ആയി ഇൻഡസ്ട്രിയോട് കണക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് നെതർലാൻഡ്സ്. നെതർലാൻഡ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രാക്ടിക്കൽ ഫസ്റ്റ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 3 മുതൽ 4 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ള കോഴ്സസ് ആണ്. റിസർച്ച് അസൈൻമെന്റ്സ് എന്നിവയ്ക്ക് സ്ട്രോങ് ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്രമല്ല ഏർലി സ്റ്റേജിൽ തന്നെ ഇൻഡസ്ട്രി എക്സ്പോഷർ ലഭിക്കുന്ന രീതിയിലാണ് പഠനം. മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് 1 മുതൽ 2 വർഷം വരെയാണ്. അപ്ലൈഡ് പ്ലസ് റിസർച്ച് ഫോക്കസ്ഡ് ആയ പ്രോഗ്രാംസ് ആണ് കൂടുതൽ. മാത്രമല്ല ജോബ് മാർക്കറ്റിനെ നേരിട്ട് ഫേസ് ചെയ്യാൻ സഹായിക്കുന്ന ജോബ് റെഡി കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. നെതർലാൻഡ്സിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എണ്ണം ലിമിറ്റഡ് ആണ്. ക്വാളിറ്റി സ്ട്രിക്റ്റ് ആയി മോണിറ്റർ ചെയ്യപ്പെടുന്നു. തിയറിയും പ്രാക്ടിക്കൽ എക്സ്പോഷറും ബാലൻസ്ഡ് ആയി കമ്പൈൻ ചെയ്ത സിസ്റ്റമാണ്. മാർക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയല്ല, മാർക്കറ്റ് റെഡി പ്രൊഫഷണൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് നെതർലാൻഡ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം. Popular and globally recognized universities are University of Amsterdam, Delft University of Technology, Utrecht University, Erasmus University Rotterdam, Eindhoven University of Technology. Ranking important ആണ്, but course relevance and career outcome are more important. നെതർലാൻഡ്സിൽ മേജർ ഇൻടേക്ക് സെപ്റ്റംബർ ആണ്. മൈനർ ഇൻടേക്ക് ആയി ഫെബ്രുവരി അവൈലബിൾ ആണ്. എലിജിബിലിറ്റി സിമ്പിൾ ആയി പറഞ്ഞാൽ ഫോർ UG അഡ്മിഷൻ +2 കുറഞ്ഞത് 60% അക്കാദമിക്സ് ഉണ്ടായിരിക്കണം. IELTS സാധാരണയായി ഓവറോൾ 6.5, ഇൻഡിവിജ്വൽ 6 റേഞ്ച് മതി.
ചൂസ് ചെയ്യുന്ന കോഴ്സിനോട് സബ്ജക്ട് റെലവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ PG അഡ്മിഷൻ ഡിഗ്രിക്ക് മിനിമം 60% അക്കാദമിക്സ് റിക്വയർഡ് ആണ്. IELTS സാധാരണയായി 6.5 വേണം. അക്കാദമിക് കൺസിസ്റ്റൻസി കൂടാതെ ക്ലിയർ ആൻഡ് ലോജിക്കൽ SOP വലിയ റോൾ പ്ലേ ചെയ്യും. വിസ ഓഫീസേഴ്സ് മാർക്സ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ പ്ലാനിങ്ങും ഇന്റൻഷനും കൂടിയാണ്. നെതർലാൻഡ്സ് ഒരു ചീപ്പ് കൺട്രി അല്ല, ബട്ട് ട്രാൻസ്പെറന്റ് കൺട്രിയാണ്. ട്യൂഷൻ ഫീ സാധാരണയായി ഒരു വർഷം ഏകദേശം 8,000 to 20,000 യൂറോ റേഞ്ചിലാണ്. ലിവിംഗ് കോസ്റ്റ് സാധാരണയായി ഒരു വർഷം ഏകദേശം 10,000 to 15,000 യൂറോ വരെ വരാം. ഇവിടെ സിറ്റി സെലക്ഷൻ ആണ് എക്സ്പെൻസ് ഡിസൈഡ് ചെയ്യുന്നത്. സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്ക് ലീഗലി അലൗഡ് ആണ്. വെക്കേഷൻ സമയത്ത് ഫുൾ ടൈം വർക്ക് ഓപ്ഷൻ ലഭ്യമാണ്. സ്റ്റഡീസ് കഴിഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി സ്റ്റേ ബാക്ക് പോസിബിലിറ്റി ഉണ്ട്. ലോങ് ടേം വർക്ക് എക്സ്പീരിയൻസ് പ്ലസ് പ്രോപ്പർ ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ PR-ലേക്ക് ക്ലിയർ പാത്വേ തുറക്കും. PR ഷോർട്ടഡ് ഇല്ല, പക്ഷേ സ്ട്രക്ചേർഡ് പാത്വേ ഡെഫിനറ്റ്ലി ഉണ്ട്. നെതർലാൻഡ്സ് തിരഞ്ഞെടുക്കുന്നത് വെറും പഠനത്തിന് വേണ്ടിയുള്ള തീരുമാനമല്ല, ലൈഫ് ലോങ് പ്ലാനിംഗ് ആണ്. റൈറ്റ് കോഴ്സ് പ്ലസ് റൈറ്റ് സിറ്റി പ്ലസ് റൈറ്റ് ഗൈഡൻസ് ഇസ് ഈക്വൽ ടു സക്സസ്ഫുൾ യൂറോപ്യൻ കരിയർ. നിങ്ങളുടെ സ്റ്റഡി അബ്രോഡ് ജേണിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാരിറ്റി വേണോ? എന്നാൽ JNS ഗ്ലോബലുമായി ബന്ധപ്പെടും. ഡ്രീം യൂറോപ്പ് ബട്ട് പ്ലാൻ സ്മാർട്ട്.